പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളെന്ന് ശ്രദ്ധപൂർവ്വം ദൈവവചനം ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ മകളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടി വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായിരിക്കുന്നത് പൗലോസാണോ? പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ക്രിസ്പോസിനെയും ഗായൂസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്കാർക്കും സാധിക്കുകയില്ല. സ്തെഫാനോസിൻ്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ മറ്റാരെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 14, 7 മുതലുള്ള തിരുവചനങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതു കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ 2 പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, നീയൊരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിൻ്റെ സ്നേഹിതരെയോ സഹോദരരെയോ
ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ഏത് സുവിശേഷമാണ്? വിശുദ്ധ ലൂക്കയുടെ സുവിശേഷമാണ്. എത്ര അധ്യായമാണ്? 14 അധ്യായമാണ്. വെരി ഗുഡ് കേട്ടോ. എത്ര മുതലുള്ള വാക്യങ്ങളാണ്? 7 മുതൽ. സൂപ്പർ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യം. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ 2 വ്യക്തികളെക്കുറിച്ചും 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഈശോനാഥൻ പറഞ്ഞു വയ്ക്കുക. ഒന്നാമത്തത് അതിഥിക്ക് വേണ്ട ഉപദേശങ്ങളാണ് ഈശോ നൽകുക. രണ്ടാമത്തത് ആതിഥേയന് വേണ്ട ഉപദേശം. എന്ന് വെച്ചാൽ ഒരാൾ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തിന് വിളിച്ച ആൾ എന്ത് ചെയ്യണം? ഇത് 2 ആണ് ഇന്നത്തെ സുവിശേഷം തരുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിഥിയോട് ഈശോനാഥൻ പറയുന്ന ഏറ്റവും സുന്ദരമായ കാര്യം, നിന്നെ ഒരാൾ വിരുന്നിനെ വിളിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്, ഏറ്റവും അവസാനത്ത് ചെന്നിരിക്കണം. നിങ്ങളെ വിളിച്ചവൻ വന്ന് നിങ്ങളെ മുൻപിലേക്ക് കയറ്റിയിരുത്തുന്ന പറയുക. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുക? തന്നെ താഴ്ത്തണമെന്നാണ് ഈശോനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുക. തന്നെ താഴ്ത്താൻ പഠിക്കുക. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വൻപ് പറയുന്ന അഹങ്കാരികളുടെ ഒരു കാലഘട്ടമാണ് അല്ലേ? നമുക്കെല്ലാവർക്കും, ഞാനടക്കം, ഞാൻ മാറ്റി നിർത്തുന്നില്ല, നമ്മളെല്ലാവരുടെയും ഒരു പ്രത്യേകത എന്താ? നമുക്കെല്ലാവരുടെ മുമ്പിൽ വലുതായിട്ട് നിൽക്കണം. താഴ്ന്നു നിൽക്കണമെന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഇല്ല, സത്യം പറഞ്ഞില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ വലിയവനാകണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ വൻപ് പറയുന്ന അഹങ്കരിക്കുന്ന മനുഷ്യരെ നമുക്കിഷ്ടമാണോ? സത്യത്തിൽ ഇഷ്ടമല്ല. നമ്മളൊരു അഹങ്കാരി, ഒരു വൻപ് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ അതുപോലെ ആയിരുന്നു, ഞാൻ ഇതുപോലെ ആയിരുന്നു, ഞാൻ അങ്ങനെയാണ് ജീവിച്ചേ, ഞാൻ ഇങ്ങനെയാണ് ചെയ്തേ എന്നൊക്കെ പറയുന്ന മനുഷ്യനെ നമുക്കിഷ്ടമാണോ? സത്യത്തിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ നമ്മളങ്ങനെയാണോ? നമ്മളങ്ങനെയാണ് താനും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തന്നെ താഴ്ത്താൻ പഠിക്കുക. തന്നെ ഉയർത്താനല്ല, താഴ്ത്താൻ പഠിക്കുക. നമ്മൾ തന്നെ താഴ്ത്തുമ്പോഴുണ്ടല്ലോ, നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ ഉയർത്തും. നമ്മളെന്നെ ചിന്തിച്ച് നോക്കിയേ, വൻപ് പറയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ പറയാം, ഓ അത്രയ്ക്കൊന്നും ഇല്ല എന്നാൽ നമ്മൾ പറയുള്ളൂ. എന്നാൽ നമ്മൾ പറയാ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ എളിമയോടെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഒന്നും ചെയ്തില്ല എന്ന മട്ടിൽ, ഒന്നും ചെയ്തിട്ടില്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒന്നുമില്ല, ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന മനുഷ്യന് മുമ്പിൽ നമ്മളെന്താ പറയുക? അങ്ങനെയല്ല, നീ വലിയ കാര്യം ചെയ്തേ. ഒരു പ്രത്യേകതയാണത്. പക്ഷെ നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം എന്നല്ലതാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ആരും അറിയാതെ ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നവർ. വിളിച്ചു പറയാൻ ആഗ്രഹമില്ല, പേര് പറയണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒത്തിരി പേര്. നമ്മുടെ പള്ളിയെ സഹായിച്ച ഒത്തിരി പേരുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ സമയത്ത് ഒത്തിരി പേര് സഹായിച്ചവരുണ്ട്. ഞാൻ ഓർക്കുക അവരെയൊക്കെ. പേര് പറയണമെന്ന് ആഗ്രഹമില്ല, സഹായിച്ചാൽ മതി. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആകട്ടെ. തന്നെ താഴ്ത്താൻ പഠിക്കുക. തന്നെ ഉയർത്താനല്ല, താഴ്ത്താൻ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെ താഴ്ത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാവുന്ന ഒരു ലൈഫാണ്. നിങ്ങൾക്കറിയാവുന്നൊരു സംഭവമാണ്. എന്താണ്? ഒരിക്കൽ മദർ തെരേസയുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മദർ തെരേസയുടെ ആശ്രമത്തിൽ, സന്യാസ ഭവനത്തിൽ ഭക്ഷണത്തിന് വകയില്ല. അപ്പോൾ മദർ തെരേസ ഇങ്ങനെ ഓരോരുത്തരോട് പോയി ചോദിച്ചിട്ടാണ്, പൈസ പിരിച്ചിട്ടാണ് തൻ്റെ അന്തേവാസികൾക്ക്, തൻ്റെ കൂടെയുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ മദർ തെരേസയുടെ കയ്യിൽ 10 പൈസയില്ല. മദർ തെരേസ ഒരു പ്രഭുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. പ്രഭുവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ മക്കളെ സഹായിക്കണം, എനിക്ക് കുറച്ച് പൈസ തരണം, മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി, എൻ്റെ മക്കളെ ഒന്ന് സഹായിക്കണം, എനിക്കൊരു വലിയ കാര്യം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രഭു ചെയ്ത എന്താ? മദർ തെരേസ വെച്ച് നീട്ടിയ കയ്യിലേക്ക് തുപ്പാണ് ചെയ്യുക. തുപ്പിയിട്ട് ഈ മദർ തെരേസ എന്താ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. വേണമെങ്കിൽ ചിന്തിക്കാം, ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീ വിദേശത്തുനിന്ന് വന്നു, മിഷണറി ആയിട്ട് ഇന്ത്യയിൽ സേവനം ചെയ്യുന്നു.
ഒരു ആശ്രമം സ്ഥാപിച്ചു, അതിൻ്റെ സ്ഥാപക. പൊസിഷൻസ് ആണെങ്കിൽ ഒത്തിരി ഉണ്ട്, അർഹിക്കുന്ന സ്ഥാനങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മദർ തെരേസ അവിടെ സംസാരിച്ചത് അങ്ങനെയല്ല. ദേഷ്യപ്പെട്ടില്ല, വഴക്കുണ്ടാക്കിയില്ല, ഒച്ചപ്പാടെടുത്തില്ല. മദർ തെരേസ പറഞ്ഞ ഒറ്റ ഡയലോഗുള്ളൂ, എനിക്കുള്ളത് കിട്ടി. അടുത്ത കൈ നീട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾക്കുള്ളത് താ. എനിക്കുള്ളത് കിട്ടി, എൻ്റെ മക്കൾക്കുള്ളത് താ. ഞാൻ ഓർക്കാറുണ്ട്, മദർ തെരേസ അവിടെ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ, നമ്മളായിരുന്നെങ്കിൽ ദേഷ്യപ്പെട്ടതിനൊക്കെ നമ്മുടെ കയ്യിലേക്ക് തുപ്പണു. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരാളെ ആട്ടിപ്പായിക്കുന്നു, നമ്മൾ ചിന്തിച്ച് നോക്കിയേ. പക്ഷേ അവിടെ മദർ തെരേസ ദേഷ്യപ്പെട്ടിരുന്നുവെങ്കിൽ, വേണമെങ്കിൽ ദേഷ്യപ്പെടാം, സ്വന്തം അവകാശമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാം, സ്വന്തം അവകാശങ്ങളുടെ പേരിൽ വേണമെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാം, എന്തും ചെയ്യാം. പക്ഷേ മദർ തെരേസ അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ, ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ, നമ്മൾ ഇന്ന് മദർ തെരേസനെ ഓർക്കുമായിരുന്നില്ല. പക്ഷേ മദർ തെരേസ ആ കൈ തുപ്പൽ പിടിച്ചു വാങ്ങിയിട്ട് തൻ്റെ ഇടത്തെ കൈ നീട്ടിയപ്പോഴാണ് ഇന്ന് ഈ സമൂഹം മുഴുവൻ മദർ തെരേസയെ ഓർക്കുകയും സ്വർഗം അതിനെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുക. നമ്മളെവിടെയൊക്കെ താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഉയർത്താൻ ദൈവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, തന്നെ താഴ്ത്തുക. അഹങ്കരിക്കുന്നവരുടെ ഈ ലോകത്ത് തന്നെ താഴ്ത്താൻ പഠിക്കുക, എളിമപ്പെടാൻ പഠിക്കുക, കുറച്ചും കൂടെയൊക്കെ വിനയത്തോടെ ജീവിക്കാൻ പഠിക്കുക. ഈ അഹങ്കരിക്കുന്നവൻ്റെ പ്രത്യേകത എന്നറിയോ? ഒത്തിരി അഹങ്കരിച്ചു പോയാൽ പിന്നെ അവൻ പറയുന്നതാ ശരി, ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ വീട്ടിലെ ചിലവരില്ലേ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി, ഞാൻ ചെയ്തതാ ശരി, ഞാൻ പറഞ്ഞതാ ശരി, ഞാനാ ശരി, ഞാൻ മാത്രമേ ശരിയുള്ളൂ, എൻ്റെ കൂടെയുള്ളവരൊന്നും ശരിയല്ല. നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകൾ അങ്ങനെയാണ്. നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ചില പുറത്ത് പറയുന്നില്ലെങ്കിലും അഹങ്കാരത്തിൻ്റെ ചിന്തകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ താഴ്ത്താൻ പഠിക്കുക. അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തും, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഉയർത്തും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്വയം താഴുമ്പോൾ ഉയർച്ചയുണ്ടാകും. നമുക്ക് ഓർത്ത് നോക്കിയേ, ഈ വലിയ മാവിൽ മാങ്ങയുണ്ടെങ്കിൽ ആ മാവ് ചായും, മാങ്ങയില്ലാത്തതാണെങ്കിലോ അത് ഉയർന്നു നിൽക്കും. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, മാങ്ങയുണ്ടെങ്കിൽ ആ മാവിൻ്റെ ചില്ല ചായും. താഴ്മയുള്ളിടത്താണ് ഒത്തിരി അനുഗ്രഹങ്ങളുള്ളത്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, സ്വയം താഴാനായിട്ട്, സ്വയം എളിമപ്പെടാനായിട്ട്, ഞാനൊന്നുമില്ല ദൈവം തന്നതാന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഒന്നാമതായിട്ട് പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അത് ആതിഥേയന കൊടുക്കുന്ന വലിയൊരു ഉപദേശം. എന്താ വെച്ചാൽ, നിങ്ങളൊരാൾ വിരുന്നിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈശോ പറയുക. എന്താ പറഞ്ഞു വയ്ക്കുന്നത്? അത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ തന്നെ അത്ഭുതം തോന്നി. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു സദ്യ നടത്തുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരെ എന്ന് വെച്ചാൽ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരെയോ അയൽക്കാരെയോ വിളിക്കരുത്. ഈശോ പറയാ, വിളിക്കരുത്. നമുക്കത് പറ്റത്തില്ല കേട്ടോ. നമ്മുടെ കൂടെയുള്ളവരെ വിളിക്കാതിരുന്നാൽ നമ്മുടെ കല്യാണത്തിന് ആകെ പ്രശ്നമാവും. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യം, അടുത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇവർ വിളിച്ചോ, പക്ഷേ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏതാണ്? നിങ്ങൾ വിളിക്കുമ്പോൾ ഈ കുരുടര്, വികലാംഗര്, ദരിദ്രര്, മുടുന്തര് അവരെയൊക്കെ ക്ഷണിക്കാനാണ് ഈശോ പറയുക. നമുക്ക് പറ്റുമോ? പറ്റത്തില്ല കേട്ടോ. നമ്മളൊരു കല്യാണ പരിപാടിക്ക് വിളിക്കുക, നമ്മൾ ആരെങ്കിലും ഒരു വികലാംഗനെ, ഒരു ദരിദ്രനെ വിളിക്കുമോ? വിളിക്കത്തില്ല. ഒരു മുടുന്തനെ വിളിക്കുമോ? വിളിക്കത്തില്ല. ഒരു പിച്ചക്കാരന് ഇച്ചിരി ഭക്ഷണം കൊടുക്കോ? പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. നമുക്കത് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഈശോ പറയുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നൊരു അനുഭവമുണ്ട് എൻ്റെ ജീവിതത്തിൽ കേട്ടോ. ഞാൻ ഈ എടക്കുന്ന് പള്ളിയിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പാതയം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പദ്ധതിയാണ്. ഞാൻ വൈദിക ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ചെയ്തതല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തിട്ട് പറയുന്നതല്ല. എനിക്ക് മുമ്പുണ്ടായിരുന്ന വികാരിയച്ഛൻ അവിടെ ചെയ്തു വെച്ചൊരു കാര്യമാണ്. ഞാനത് കണ്ടിന്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് കിട്ടിയ വലിയൊരു സന്ദേശം. എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ എടക്കുന്ന് പള്ളിയിൽ ഒരു പ്രത്യേകത, അവിടുത്തെ ആൾക്കാർ കല്യാണം നടത്തുമ്പോൾ അല്ലെങ്കിൽ മനസ്സമ്മതം, വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഒരു 50 പൊതി, ഒരു 10 പൊതി എനിക്ക് തരണം. ഏത് പരിപാടി നടത്തിയാലും ഒരു 10ഓ 50ഓ പൊതി തരണം, എന്ത് നടത്തിയാലും. അത് എന്തിനാന്ന് വെച്ചാൽ വികാരിച്ചനെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, കൂടെയുള്ളവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ പൊതി CLC പ്രവർത്തകരും KCYM ഒക്കെ കൂടിയിരുന്ന് പൊതിഞ്ഞ് ഭക്ഷണം വരുന്ന, അത് വെച്ചാൽ നിങ്ങൾ ഓർക്കണം, ഭക്ഷണത്തിന് മുമ്പാണ് തരണേ, അല്ലാണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭക്ഷണമല്ല കേട്ടോ, ഭക്ഷണത്തിന് മുമ്പേ തരും. അപ്പോൾ ഉച്ചഭക്ഷണം, ഉച്ചയ്ക്കാണ് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവർ നേരത്തെ 50 പേർക്കുള്ള ഫുഡ് പള്ളിയിൽ എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ KCYM CLC ഒക്കെ ഇരുന്ന് ഇത് പൊതിയും, കൃത്യമായിട്ട് പൊതിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്നും ഓർക്കതൊക്കെ, അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ, കറൂറ്റി റെയിൽവേ സ്റ്റേഷനിൽ, കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ, അതുപോലെ തന്നെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ, കൊരട്ടി ബസ് സ്റ്റാൻഡിൽ, ഇവിടെയൊക്കെ പോവും.
ഇവിടെയൊക്കെ ചെന്നിട്ട് ആരുമില്ലാതെ ഒരു ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ദരിദ്രരായ കുറേ മനുഷ്യരുണ്ടാവും, അവർക്ക് കൊടുക്കും. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമാണ്, മിക്കവാറും ദിവസങ്ങളിൽ ഈ ഭക്ഷണം ഉണ്ടാവും. കാരണം എടക്കുന്ന പള്ളി ഒരു വലിയ പള്ളിയാണ്, അപ്പോൾ അത്യാവശ്യം വീട്ടുകാരുണ്ട്, ഒരു 1000-നടുത്ത് വീട്ടുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ദിവസങ്ങളിൽ അത് ആൾക്കാർ വളരെ നല്ല മനസ്സോടെ ചെയ്യുക. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു 10 പേർക്ക് ഫുഡ്, നമ്മുടെ ഇടയിൽ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് അഗതികൾക്ക് കൊണ്ടുപോയി, ആരുമില്ലാത്തവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു. അതെന്താ പറയണമെന്നറിയോ? അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമാണ് പാതയം. മറ്റുള്ളവർക്കൊരു സഹായമാകുക, മറ്റുള്ളവർക്കൊരു വഴിവിളക്കാകുക. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്, അതിനെ ഓർത്ത് എന്തെന്നറിയോ? ഞാൻ പോകാൻ നേരത്ത്, ആ പള്ളിയിൽ നിന്ന് പോരാൻ നേരത്ത്, ഇപ്പോൾ ആ പദ്ധതി ഇല്ല, അത് തീർന്നു, ഞാൻ പോകുന്നത് പിന്നെ അത് തീർന്നു എന്ന് ഞാൻ കേട്ടെ. ഞാനത് കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നത്, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പോരാൻ നേരത്ത് ഞാൻ ഈ പള്ളിയിൽ അവസാനമായിട്ട് ഈ കറൂറ്റി ബസ് സ്റ്റാൻഡിൽ, ചേട്ടൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ചേട്ടൻ എനിക്കറിയാം പേഴ്സണലി. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഈ ചേട്ടൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ നിന്നു, ഞാൻ ഉടുപ്പിട്ടൊക്കെ ചെല്ലണേ. അപ്പോൾ എനിക്കന്ന് മുടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം താടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഈശോച്ചനെ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ സ്വഭാവം കൊണ്ടല്ല, ഞാൻ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് ഞാൻ പറഞ്ഞു, ഞാനിന്ന് എല്ലാവരോടായിട്ട് പറഞ്ഞു, ഇനി ഞാൻ പോവാട്ടോ, അടുത്തച്ഛൻ വരുമ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ പോകാൻ നേരത്ത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയാം ചേട്ടനെ. ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പോവാണോ? എന്നോട് പറഞ്ഞു അച്ഛൻ പോവാണെന്നല്ല, ഈശോച്ചൻ പോവാണോ? ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം കൊണ്ടോ എൻ്റെ വാക്ക് കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ അല്ല ഈശോ ആയത്, ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. എന്നിൽ അവർ കണ്ടത് എന്നെയല്ല, ഈശോനെയാണ്. ഞാൻ ഓർക്കുക, ഈശോച്ചൻ പോവാണോ? അച്ഛൻ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കാലിലിങ്ങനെ തൊട്ട് നമസ്കരിച്ച് ഒരു ഉമ്മ വെച്ചിട്ട് പോയി. ഞാൻ ഇന്നും ഓർക്കുക, ഞാൻ ചെയ്ത ഒരു നന്മയല്ല അത്, എന്നുവെച്ചാൽ ഞാനൊരു മീഡിയം മാത്രമാണ്, പക്ഷെ ചെയ്തിട്ട് കിട്ടിയത് ഈശോയുടെ അനുഗ്രഹമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആരും കല്യാണത്തിന് വിളിക്കാത്ത, ആരും ഭക്ഷണം കൊടുക്കാത്ത, ചിലപ്പോൾ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാത്തവർ ഇഷ്ടം പോലെ ഈ ലോകത്തുണ്ട്. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണമെന്നല്ല. നമ്മളൊക്കെ ഈ ഭക്ഷണം വേസ്റ്റാക്കും. എനിക്ക് പിള്ളേരോടൊക്കെ പറയാനുള്ളതാണ്, ഈ ഭക്ഷണമൊക്കെ വേസ്റ്റാക്കുമ്പോൾ ഒരു നേരത്തിന് ഭക്ഷണം ഇല്ലാതെ ഇങ്ങനെ കൈ നീട്ടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ നീട്ടിയിട്ട് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാമോ? ഞാൻ കടയിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലിൽ കയറി അതിന് വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു ഭക്ഷണത്തിന് ഞാൻ ചെയ്തത് നന്മയായിട്ട് പറയുന്നില്ല, ഒത്തിരി പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാനത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർക്കുക, ഒരു ഭക്ഷണം പോലും കിട്ടാതെ വലയുന്ന ഒത്തിരി പേരുണ്ട്. അവരെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അവർക്കൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഇന്നത്തെ സുവിശേഷം പറയുന്ന 2 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് അതിഥി ചെയ്യേണ്ട കാര്യം, ആതിഥേയൻ ചെയ്യേണ്ട കാര്യം. വിരുന്നിന് വരുന്നവൻ ചെയ്യേണ്ട കാര്യം, വിരുന്നിന് ക്ഷണിക്കുന്നവൻ ചെയ്യേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം തന്നെ താഴ്ത്താൻ പഠിക്കുക. അപ്പോൾ ദൈവം ഉയർത്തും, കൂടെയുള്ളവരും ഉയർത്തും. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം വീട്ടിൽ നടക്കുക, ഒരു സന്തോഷം. എൻ്റെ വീട്ടിലൊരു കല്യാണമായിരിക്കാം, ഒരു മനസ്സമ്മതമായിരിക്കാം, വേണ്ട എൻ്റെ കൊച്ചിൻ്റെ ഒരു മാമോദീസ ആയിരിക്കാം, ഒരു 10 പൊതി ഭക്ഷണം ആർക്കെങ്കിലും, ആരുമില്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റിയ അത് ഏറ്റവും വലിയ പുണ്യമാണ്. ചെയ്യാൻ പറ്റട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ 2 കാര്യങ്ങൾ ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവർ ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളും വളരുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവയിൽ പ്രവർത്തിക്കുന്ന സന്യാസ ഭവനത്തെയും വിവിധ സംഘടനകളെയും അവരുടെ പ്രവർത്തകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ലിയോ 14 മാർപ്പാപ്പയും എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും അങ്ങേ അരൂപിയിൽ നിറച്ച് അങ്ങേ തിരുമനസ് നിറഞ്ഞ് ദൈവത്തെ നയിക്കുന്നതിന് പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, ഇന്നത്തെ ദിവസം ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന 9ാം ക്ലാസ്സിലെ എല്ലാ മക്കളെയും
അധ്യാപകനെയും അവരുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ഇടവയെ നയിച്ചു കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട ജിനുവച്ചനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ മത അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടസിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് വിദൂരത്തിരുന്ന് ഓൺലൈൻ വഴി ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണേ കർത്താവേ. ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അങ്ങ് പരിഹരിക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കടബാധ്യതകളുണ്ട്, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവരുണ്ട്. വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മക്കൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ദൈവമേ എല്ലാവരെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറി യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും താപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാവിത്രിയുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിലെ ഏർപ്പം നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തവുമാകുന്നു. സമാധാനം നമ്മുടെ കൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒലിവിൻ ചില്ലകളൊന്നായി വീശി പുഞ്ചിരി തൂകിപ്പാടുന്നു. നീഹാരം മുത്തമിടും ഷാരോണിൻ താഴ്വാരം. ഊസ്ലേമിൻ തെരുവീഥികളിൽ ഉയരും കാഹള സംഗീതം. ഓശാന 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 ഓശാന. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈശോയെ, നീ ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സത്യദേവ സോനുവേ, നിത്യസ്നേഹ രൂപനേ, യേശുവേ യേശുവേ കൈതൊഴുന്നേരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിൻ്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ
ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഈശോയെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്ക് സ്തുതി. ആമേൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനമരുളുകയും ചെയ്തു. അവരോടുകൂടി ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുചേരുകയും ഭക്ത്യാദരപൂർവം ഈ ദിവരേശങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താനുകമ്പടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ അറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.